വല്ലാദിയാത്തി ലബ്ഹ എന്നറിയില്ലേ? വേറെ ഏത് സൂറത്തിനും ഇല്ലാത്തൊരു ട്യൂൺ ഉണ്ടായിരുന്നു. ഒരു കുതിരനെ കുറിച്ചാണ് പറയണേ. പാവം ഒരു കുതിര രാവിലെ സുബഹിന് എഴുന്നേറ്റ് ഓടുന്നു. സുബഹിന് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ സുബഹിന് എഴുന്നേറ്റ് ഓടിയിട്ട് യജമാനന് വേണ്ടിയിട്ട് യുദ്ധക്കളത്തിൽ പോയി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ മരിക്കാൻ തയ്യാറായിട്ട് നിൽക്കണു. പിന്നെ ആ കുതിരക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയണില്ല. കാരണം വിഷയം കുതിരയല്ല. വിഷയം എന്താണെന്നാ പിന്നെ പറയുന്നത്. എന്താ? ഇന്നൽ ഇൻസാനലി റബ്ബിഹി ലക്കനൂൻ. ഈ മനുഷ്യനോട് ആ മനുഷ്യന്റെ രക്ഷിതാവ് കുതിരയുടെ യജമാനൻ കുതിരയോട് പറഞ്ഞതുപോലെ ആ നേരത്ത് ഉണരാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ ഇതുവരെ ഉണർന്നിട്ടില്ല. ഇതൊന്നും സൂറത്തിലില്ല കേട്ടോ. അതൊക്കെ ഉള്ളിന്ന് നമ്മൾ പെറുക്കണ്ട. മലർന്നു കിടക്കുന്ന അക്ഷരങ്ങളല്ല ഖുർആൻ, മറിഞ്ഞു കിടക്കുന്ന ആശയങ്ങളാണ് ഖുർആൻ. അപ്പൊ നമുക്ക് മനസ്സിലാവും മനുഷ്യന്റെ രാവിലെ സുബഹിന് ഉണരാത്തൊരു മനുഷ്യനാണ് സൂറത്തിൽ ആദിയാത്ത് ഓതണമെങ്കിൽ കരഞ്ഞു പോവും. ശരിക്കും ഓതിയാൽ പിന്നെ ആ സമയത്ത് ഉറങ്ങില്ല. അല്ല കുതിരന്റെ കഥയും വായിച്ചിട്ടാണ് നമ്മൾ ഓതണമെങ്കിൽ നമുക്കതിനൊന്നും കിട്ടില്ല അല്ലേ? പിന്നെ ആർക്കെങ്കിലും പറയണ്ട. നിങ്ങൾ പറയുകയാണെങ്കിൽ അതന്നെ മതി, വേറെ ഒന്നും വേണ്ട. ആ മിസ്കാല ദർറത്ത്. നമ്മൾ ഈ വെയിലത്ത് നടന്നു പോകുമ്പോൾ ഇങ്ങനെ ഒരു ധൂളി ഇങ്ങനെ കാണൂലേ? അടുത്ത് ചെല്ലുമ്പോൾ ഉണ്ടാവില്ല മിറാഷ്. അതിന്റെ അളവിന് പറയണതാണ് മിസ്കാല ദർറ. ഒരു ചെറിയ ഉറുമ്പിന്റെ ചെറിയ കാലിന്റെ ചെറിയ പൊട്ടിന്റെ തൂക്കം എന്ന് ചില തഫ്സീറുകൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്ത്? അണുമണി തൂക്കത്തിന്റെ ഭാരം. എന്നിട്ട് പറയണ എന്താണ്? നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും കൂടെ പോരും എന്നാണ്. അവിടെ കാണും എന്ന് പറഞ്ഞാല് ഇവിടുന്ന് കൂടെ പോരും എന്നാണ്. പിന്നാലെ പിന്തുടരും. വിജയലക്ഷ്മിന്റെ ഒരു കവിത ഉണ്ട്. പുടവമേൽ തൂങ്ങുന്ന കുഞ്ഞിനെ പോലെന്റെ പിറകിലതു പിച്ച വെക്കുന്നു. അമലികളെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ ശരിയാണ്. പുടവമേൽ തൂങ്ങുന്ന ഉമ്മാന്റെ ഡ്രസ്സിൽ ഇങ്ങനെ തൂങ്ങുന്ന കുഞ്ഞിനെ പോലെന്റെ പിറകിലതു പിച്ച വെക്കുന്നു. പിന്നാലുണ്ടാവും. ആലോചിച്ചോ? സെലക്ട് ചെയ്യാം. ഫിറോനിന്റെ ഭാര്യയെ കുറിച്ച് പറഞ്ഞല്ലേ? ആ, ആശാ ബീവിയെ കുറിച്ച് പറഞ്ഞോളൂ. അത് ഭയങ്കര രസമാണ്. അള്ളാന്റെ കാരുണ്യം കൊണ്ട് പ്രവാചകരെ നിങ്ങൾ അവരോട് നല്ല നിലക്ക് പെരുമാറി. ലിൻതലഹും എന്നാ ഉപയോഗിച്ചു. അതിന്റെ വേർഡ് ഏതാണ്? ലയ്യൻ എന്ന് പറഞ്ഞൊരു വേർഡില്ലേ? മൂസാ നബിയോടും ഹാറൂൻ നബിയോടും ഫിറൗനിന്റെ അടുത്തേക്ക് പോകാൻ പറയുമ്പോൾ അല്ല പറയുന്നുണ്ട് വഖൂലാലഹു ഖൗലൻ ലയ്യിന. നിങ്ങൾ നല്ല നിലക്ക് സംസാരിക്കണം കേട്ടോ. കാരണം ഓൻ ദേഷ്യപ്പെടുത്തുന്ന സംസാരങ്ങൾ നടത്തും. അതാണ് എൻ്റെ കാരണം. പ്രായം ചെന്ന ഉമ്മനോടും വാപ്പനോടും ചേർന്ന് പോലും പറയരുത് എന്ന് പറയാനുള്ള കാരണം എന്താണ്? അങ്ങനെ പറയുന്ന സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടാവും. കാരണം നമ്മൾ ദേഷ്യപ്പെടുത്തുന്ന വർത്തമാനങ്ങൾ പറയും. ഇപ്പൊ എത്ര നോക്കിയാലും ചില മരുമക്കളൊക്കെ കണ്ടില്ലേ? ആ പെൺകുട്ടി അത്രയും കഷ്ടപ്പെട്ട് നോക്കുന്നുണ്ടാവും. എന്നാലും മകള് വരുന്ന സമയത്ത് ഉമ്മ പറയും ഇന്ന് നോക്കുന്നൊന്നുമില്ല എന്ന് പറയും. അതെന്തുകൊണ്ടാണ്? ഉമ്മ ഓർമ്മയോടെ പറയുന്നൊന്നല്ലത്. ആ ദേഷ്യത്തിൽ നമ്മളെങ്ങാനും അങ്ങോട്ട് എന്തായാലും പറഞ്ഞാലോ അത് ഉമ്മാന്റെ മനസ്സൊന്നും പോകില്ല. ഉമ്മ ഇങ്ങോട്ട് പറയുന്നത് ബോധപൂർവം പറയണല്ല, ആലോചിച്ചിട്ട് പറയുന്നൊന്നല്ല. പക്ഷെ നമ്മൾ അങ്ങോട്ടെല്ലാം പറഞ്ഞാലോ ഉമ്മാൻ അത് അത്രയും വേദനിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പ്രായമേറെയുള്ള വാപ്പയും ഉമ്മയും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോട് മോശമായി സംസാരിക്കരുതെന്ന് പറയും. അതുപോലെയാണ് ഫിറൗന്റെ അടുത്തേക്ക് പോകുമ്പോൾ മൂസാ നബിയോടും ഹാറൂൻ നബിയോടും പറയാണ് നിങ്ങളെ ദേഷ്യപ്പെടുത്തുന്ന കാര്യങ്ങളായവൻ പറയൂ. കാരണം അവന്റെ സ്വഭാവം അതാണ്. പക്ഷെ നിങ്ങൾ അങ്ങോട്ട് പറയണത് എന്താണ്? പറയേണ്ടത് വഖൂലാലഹു ഖൗലൻ ലയ്യിന. എന്ത് പറയണം എന്ന് അത്രല്ല, എങ്ങനെ പറയണം എന്നും കൂടി പഠിപ്പിച്ചിട്ടാണ് രണ്ട് പ്രവാചകന്മാരെ ഫിറൗനിന്റെ അടുത്തേക്ക് അള്ളാഹു പറഞ്ഞയക്കണം. അതെന്തുകൊണ്ടാണെന്നറിയോ? ഫിറൗനിന് ഇങ്ങോട്ട് പറയാനുള്ളതല്ല നമുക്ക് അങ്ങോട്ട് പറയാനുള്ളത്. അതാണ് വിഷയം. അന്ധവിശ്വാസിയായ ഒരാൾ നമ്മളോട് തർക്കിക്കുന്നത് പോലല്ല നമ്മൾ അയാളോട് സംസാരിക്കേണ്ടത്. കാരണം അയാൾക്ക് നമ്മളോട് പറയാനുള്ളതല്ല നമുക്ക് അയാളോട് പറയേണ്ടത്. അതുകൊണ്ട് എന്ത് പറയണു എന്ന് മാത്രമല്ല വിഷയം, എങ്ങനെ പറയുന്നു എന്നുകൂടി പഠിപ്പിക്കപ്പെടാതെയാണ് ഒരാൾ പറയണതെങ്കിൽ അയാൾ പറയാൻ പോകരുത്. കാരണം വലിയ വലിയ കാര്യങ്ങൾ പറയുന്ന ആൾക്കാർക്ക് വലിയ വലിയ ഗുണങ്ങൾ വേണം, ഇല്ലെങ്കിൽ അതിന് പോകരുത്. അതുകൊണ്ടാണ് നമ്മളെ അതിന്നൊക്കെ മാറി നിൽക്കുന്നത്. കാരണം വലിയ വലിയ ഗുണങ്ങൾ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അയാളത് പറയാൻ പ്രാപ്തനും
അയാളത് പറയാൻ അർഹനായിരിക്കണം. അത് ഒരു വശം കേട്ടോ. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാഹ് പറയാണ്, റസൂലെ നിങ്ങളെങ്ങാനും അവരോട് പരുഷമായി പെരുമാറിയിരുന്നെങ്കിൽ, പെരുമാറ്റെങ്ങാനും മോശമായിരുന്നെങ്കിൽ, നിങ്ങൾ കൊണ്ടുവരുന്ന കാര്യം എത്ര നല്ല കാര്യമാണെങ്കിലും അവർ സ്വീകരിക്കൂല പ്രവാചകരെ. ഇന്ന് ഇസ്ലാമിനെ കുറിച്ച് പറയാൻ എത്ര ആളുണ്ട്, ക്യാമ്പയിനുകൾ എത്ര ഉണ്ട്, എത്ര പ്രസിദ്ധീകരണങ്ങളുണ്ട്, എത്ര സംഘടനകളുണ്ട്. എന്നിട്ട് എന്താ പറ്റിയത്? എന്താ ഇതാർക്കും വേണ്ടാത്തത്? ഷുഐബ് നബിയോട് ഷുഐബ് നബിയുടെ സമുദായം പറയുന്നുണ്ട്, ശത്രുക്കളെ പറയുന്നത്, ഷുഐബെ നിങ്ങൾ കൊണ്ടുവന്ന കാര്യം ഞങ്ങൾക്ക് വേണ്ട, പക്ഷെ നിങ്ങൾ ഓക്കെയാണ്. അവരുപയോഗിക്കുന്ന വേർഡ് തന്നെ ഹലീമുർ റഷീദ് എന്നാണ്. ഹലീമുർ റഷീദ് അല്ലേ സർ? ഹലീമുർ റഷീദ് എന്ന് പറഞ്ഞാൽ ഒരാളെ കുറിച്ച് പറയാവുന്ന ഏറ്റവും നല്ല 2 വാക്കാണ്. ഇതാരാ പറയണ? ശത്രുക്കൾ. ആരോട്? ഒരു പ്രവാചകനോട്. എന്ന് പറഞ്ഞാൽ ഷുഐബ യു ആർ ഓക്കെ ബട്ട് യുവർ മെസ്സേജ് ഈസ് നോട്ട് ഓക്കെ, ഞങ്ങൾക്ക് വേണ്ട. ഇന്നോ നിങ്ങൾ കൊണ്ടുവരുന്ന കാര്യമൊക്കെ നല്ല കാര്യമാണ്, പക്ഷെ ഓനൊന്നും പറയണ്ടെന്ന്. ആ സ്റ്റേജിലിരിക്കണ ഉണ്ടല്ല, ഓനൊന്നും അവിടെ ഇരുത്തിയിട്ട് ഇതൊന്നും പറയരുതെന്ന് പറയും. നേരെ തിരിഞ്ഞുപോയി. പറയണ കാര്യം നന്നായിട്ട് കാര്യമില്ല, പറയുന്ന ശൈലിയും പറയുന്ന ആളുടെ ജീവിതവും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടാൽ കിടക്കണം. അള്ളാഹു അനുഗ്രഹിച്ചത് കൊണ്ട് പ്രവാചകരെ നിങ്ങൾ ലയ്യനായിട്ട് പെരുമാറി. ഖുർആന്റെ തന്നെ വേറൊരു പ്രയോഗം ഉണ്ടല്ലോ, നിങ്ങൾ ലോകത്തുള്ളതെല്ലാം ചെലവഴിച്ചാലും ഒരു ഒന്നിക്കൂല പ്രവാചകര്. അള്ളാഹുവിന്റെ റഹ്മത്തുണ്ടെങ്കിലേ ഒന്നിക്കുള്ളൂ എന്ന് അറിയുന്നുണ്ട് അല്ലേ? നമ്മൾ വണ്ടൂര് ഖുത്ബ പറയുന്ന സമയത്ത് അവിടെ ഈദ്ഗാഹ് 2 എണ്ണമായിരുന്നു. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ശരിക്കും ആകെ കുറച്ച് മനുഷ്യന്മാരല്ലേ ഉള്ളൂ. അപ്പൊ അവരോട് പലവട്ടം പറഞ്ഞു നോക്കി, ഇതൊന്ന് ഒന്നിപ്പിച്ചൂടെ. 2 കൂട്ടർക്കും വാശിയായിരുന്നു. പക്ഷെ ഈദ്ഗാഹുകൾ ഒന്നിച്ചു. എങ്ങനെയാണെന്നറിയാം? മഴ പെയ്തു, പള്ളിയിലെല്ലാവരും ഒന്നിച്ചു. ഖുർആൻ പറഞ്ഞാണ്, ഭൂമിയിലുള്ളത് മുഴുവൻ നിങ്ങൾ ചെലവഴിച്ചാൽ ഒന്നിപ്പിക്കാൻ കഴിയില്ല, പക്ഷെ അള്ളാഹ് വിചാരിച്ച് ഒന്നിപ്പിക്കാൻ കഴിയും. അള്ളാഹ് തന്നെ വിചാരിക്കേണ്ടി വരും. ഇനി ആർക്കെങ്കിലും പറയണ്ട? ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. കുറെ കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചു. ഇവിടെ നല്ലൊരു പ്രസംഗം നടന്നുകൊണ്ട് അത് പറയണില്ല. കുറച്ച് 1-2 കാര്യങ്ങൾ പറയാം. അല്ല, ഇവിടെ ഒരുപാട് ദൂരത്തു നിന്നൊക്കെ വന്ന ആൾക്കാരില്ലേ? അല്ലെ, കുറച്ച് എന്താണെന്നറിയാം, പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതായിരുന്നു. ഒരു പുസ്തകമുണ്ട്, നിങ്ങൾ കിട്ടുകയാണെങ്കിൽ വായിക്കേണ്ട ഒരു പുസ്തകമാണ്. റോബിൻ ശർമ്മയെ കേട്ടിട്ടുണ്ടോ? വായിച്ച ആൾക്കാരുണ്ടാവും അതിൽ. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ റോബിൻ ശർമ്മയുടെ എന്തെങ്കിലും പുസ്തകങ്ങൾ? വായിക്കേണ്ട ഒരാളാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഒരു വളരെ പ്രസിദ്ധമായ പുസ്തകമുണ്ട്, മോങ്ക് ഹു സോൾഡ് ഹിസ് ഫെറാരി എന്ന് പറഞ്ഞ പുസ്തകം. അത് മലയാളത്തിൽ വന്നിട്ടുണ്ട്, വിജയം സുനിശ്ചിതം എന്ന് പറഞ്ഞാൽ. അതിലൊരു കാര്യം പറയുന്നുണ്ട്, വായനയെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു പുസ്തകം നമ്മൾ വായിക്കുമ്പോഴേ ആ പുസ്തകത്തിൽ നിന്ന് നമ്മൾ എന്തൊക്കെ കണ്ടെടുക്കുന്നു, പുറത്തെടുക്കുന്നു എന്നതിലല്ല കാര്യം. ആ പുസ്തകം നമ്മളിൽ നിന്ന് എന്തൊക്കെ പുറത്തെടുക്കുന്നു എന്നതിലാണ് കാര്യം. എന്താണ്? നമ്മൾ ആ പുസ്തകത്തിൽ നിന്ന് എന്തൊക്കെ പുറത്തെടുക്കുന്നു എന്നുള്ളതല്ല, ആ പുസ്തകം നമ്മളിൽ നിന്ന് എന്തൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നതാണ് കാര്യം. ഖുർആനിന്റെ വായനാനുഭവവുമായി ബന്ധപ്പെട്ട് വളരെ പ്രസക്തമായൊരു കോട്ടാണ് അതെന്ന് തോന്നുന്നു. ഖുർആൻ വായിക്കുന്നതിന് മുമ്പുള്ള ഞാനും വായിച്ചതിന് ശേഷമുള്ള ഞാനും ഒരാളെന്നാകാൻ പാടില്ല. ഖുർആൻ വായിക്കുന്ന ഒരു കച്ചവടക്കാരനും ഖുർആൻ വായിക്കാത്തൊരു കച്ചവടക്കാരനും ഒരുപോലെ ആകാൻ പാടില്ല. ഖുർആൻ വായിക്കുന്ന ഒരു ടീച്ചറും ഖുർആൻ പഠിക്കുന്ന ഒരു ടീച്ചറും ഖുർആനൊന്നും പഠിക്കാത്തൊരു ടീച്ചറും ജീവിതാനുഭവങ്ങളുടെ എല്ലാം സ്വീകരിക്കേണ്ടത് ഒരു രീതിയിലാകാൻ പാടില്ല. പിന്നെ എന്തായിരിക്കണം? ഖുർആൻ പഠിച്ചാൽ, ഖുർആൻ വായിക്കുന്ന ഒരു പെണ്ണാവട്ടെ പുരുഷനാവട്ടെ, സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ, നമ്മളിൽ നിന്നൊരു പുതിയ ആളെ ഉൽപ്പാദിപ്പിക്കാൻ ആ വചനങ്ങൾക്ക് സാധിക്കണം. അതിന് സാധിക്കും. നമ്മളതിന് എത്ര ഒരുങ്ങുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. അപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഖുറമുറാദ് അദ്ദേഹത്തിൻ്റെ വേ ടു ഖുർആൻ എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്, വായിക്കേണ്ട ഒരു പുസ്തകമാണ്, ഖുർആനിലേക്കുള്ള പാത. അതിൽ പറയുന്നുണ്ട്, ഞാൻ എല്ലാ ദിവസവും ഖുർആൻ മറിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. ഖുർആനിലേക്ക് ഞാൻ ഇന്നും പോകുന്നുണ്ട്, പക്ഷെ തിരിച്ചു വരുമ്പോൾ വെറും കൈയോടെയാണ് തിരിച്ചു വരുന്നത്. അദ്ദേഹം അതിലൊരു കാര്യം പറയുന്നത്, ആ പുസ്തകത്തിൽ പറയുന്നത്, നമ്മളെപ്പോൾ ഖുർആൻ വായിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോഴും
നമ്മുടെ അടുത്തൊരു ഡയറി വേണം, നമ്മുടെ ഒരു ഖുർആൻ ഡയറി വേണം. ഖുർആനുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ ചിന്തകളും, ഇവിടെ വയറുകളുണ്ട് കുട്ടികൾ വീഴും, പിന്നെ ചിന്തകളും നമ്മുടെ ആലോചനകളും നമുക്ക് ഖുർആനിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളുണ്ടല്ലോ, അത് എഴുതി വെക്കാൻ ഒരു ഖുർആൻ ഡയറി നമുക്ക് വേണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എപ്പോൾ ഖുർആൻ വായിക്കുമ്പോൾ എന്തെങ്കിലും കിട്ടുമല്ലോ. പക്ഷെ അടച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മറന്നിട്ടുണ്ടാവും. നമ്മൾ നേരത്തെ പറയില്ലേ സൂറത്തിലെ ആദിയാത്തിനെ കുറിച്ച്, അതേപോലെ നമുക്ക് എപ്പോഴാണ് ഈ തോട്ട് വരിക എന്ന് പറയാൻ പറ്റില്ല. അത് പഠിച്ചോൻ തരുന്നതാണ് ഈ ചിന്തകൾ. ഓരോ മനുഷ്യനും അതിനുള്ള കപ്പാസിറ്റി അല്ല